ആദ്യം പാത്രത്തിൽ നെയ്യൊക്കെ തടവി വെച്ചുട്ടാ. പക്ഷെ നമ്മ ഉണ്ടാക്കിയ എള്ളുമിഠായി ഉണ്ടല്ലോ പാറക്കഷ്ണം പോലെ ഉറച്ചതായിരുന്നു കേട്ടാ. എത്ര വർഷം ഇരുന്നാലും കേടുവരില്ല ഈ ഒരു എള്ളുമിഠായി. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ എള്ളുമിഠായിയുടെ രുചിയൊക്കെ തന്നെയായിരുന്നു ഇതിനും. പക്ഷെ പല്ലൊക്കെ നമ്മളുടെ തെറിച്ചു പോകും, അത്രയും ഒരു ഹാർഡായിരുന്നു. പഞ്ചസാരയുടെ പാവ് കൂടിയത് മുറുക്കം കൂടിയിട്ടായിരിക്കണം എള്ളുമിഠായി തല്ലി പൊട്ടിച്ചെടുക്കേണ്ട വന്നു കേട്ടാ. അപ്പം ഇത് ഉണ്ടാക്കണ രീതി ഇങ്ങനെ തന്നെയല്ലേന്ന് കമൻറ്റ് ഇട്ടോളൂ. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എള്ളുമിഠായി ഒക്കെ ഉണ്ടാക്കി ഒന്ന് ചൂടാറാനൊക്കെ വെച്ചു. പക്ഷെ തണുത്ത് കിട്ടിയപ്പം നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടി. പക്ഷേ ഇതേപോലെ തല്ലി പൊട്ടിച്ച് ഓരോ പീസാക്കേണ്ടി വന്നു. അപ്പം ഞാനും ചേട്ടനും കൂടി ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ പീസുകളാക്കി നിന്നിട്ട് എള്ളുമിഠായി വേർതിരിച്ചെടുത്തു. ഇത് എത്ര വർഷം ഇരുന്നാലും പൂപ്പലോ കേടോ വരില്ല, നല്ല രുചിയുള്ള മിഠായി ആയിരുന്നു. മെറ്റലിൻ്റെ പീസൊക്കെ ഉടക്കണ മാതിരി നമ്മളിത് 2 അമ്മിക്കുഴയും കത്തിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുത്തത്. പല്ലിന് ബലമുള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പൊടിച്ച് തിന്നണം. നമ്മൾക്കോ ഇത് ഫ്ലോപ്പായി. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി ഉണ്ടാക്കണവർ നല്ല പോലെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.